ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ളൊരു ഫിഷ് കറി റെഡിയാക്കിയാലോ? അപ്പം ഞാനിവിടെ വ്യത്യസ്ത രീതിയിലുള്ള ഫിഷ് കറി റെഡിയാക്കാൻ എന്തൊക്കെ എടുത്തിട്ടുള്ളത് നോക്കാം. കുറച്ച് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും 2 പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, വാളംപുളിയുടെ ജ്യൂസ്, ആവശ്യത്തിന് ഫിഷ്, അയില ഫിഷാണ്. കടുക് വേണം, ഉലുവ വേണം, പിന്നെ 2 തക്കാളി. ഇവിടെ ചട്ടി വെച്ച് ചട്ടി നല്ല ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ നല്ല ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഒരു പിഞ്ച് ഉലുവ അധികം ഇടണ്ട. പിന്നെ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച ഐറ്റംസ്, അതായത് വെളുത്തുള്ളി, കുഞ്ഞുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ നല്ലപോലെ മൂത്തതിൻ്റെ ശേഷം 2 തക്കാളി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തു. നല്ലപോലെ വഴന്നതിൻ്റെ ശേഷം നമുക്ക് അതിലോട്ട് എരിവിന് ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ടെല്ലാം നല്ലപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കാം. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വാളംപുളിയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ വാളംപുളിയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ എന്നിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തിളപ്പിച്ചാറിയ വെള്ളമാണ് എന്നും കറികൾക്ക് ചേർക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അതിലോട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ച മീനും കൂടി ചേർത്ത് കൊടുക്കാം. അതായത് അയില മീൻ. ഞാൻ ഇന്നിവിടെ അയില മീനാണ് റെഡിയാക്കുന്നത്. എന്ത് മീൻ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കാം. അടിപൊളി കറിയാണ്. നമ്മൾ മിക്കവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു അയില മീൻ കറി വെക്കാൻ എന്താ ആർക്കും അറിയാതെ. ഞാൻ ഇന്ന് ഒരു വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഞാൻ ഇതിനു മുന്നേ മത്തി ഇതുപോലെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഇന്ന് അയില കിട്ടിയപ്പം അയിലയും വെച്ച് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.